ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു മീൻ കറിയാണ് വെക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മൾ നെസ്റ്റോയിൽ നിന്ന് മീൻ വാങ്ങിച്ചിട്ട് വന്ന് അത് നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കട്ട് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇനി ക്ലീൻ ചെയ്യണമെന്നുള്ളതായിരുന്നു നെക്സ്റ്റ് ടാസ്ക്. നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാങ്ങിച്ചത് ചൂരയായിരുന്നു. അത് ഫ്രീസറിൽ വെച്ചത് കൊണ്ട് ഐസ് മാറാനായിട്ട് വെള്ളത്തിലിട്ടിരുന്നു. അതിനു മുന്നേ തന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ ചുണ്ട് അതവർ കട്ട് ചെയ്യാതെ നമ്മളത് കട്ട് ചെയ്ത് അതിൻ്റെ പൂവൊക്കെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യുവാണ്. കാരണം നമ്മളത് ഉപയോഗിക്കാറില്ല. അതിൻ്റെ അകത്തൊക്കെ ചെറിയ ചെറിയ ജീവികളൊക്കെ കയറിയിരിക്കുന്ന കാരണം നമ്മളത് ഉപയോഗിക്കാറില്ല. നമ്മളതെല്ലാം കഴിഞ്ഞ് ക്ലീനാക്കി എടുത്ത് എന്നിട്ടൊരു പാനെടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ. പിന്നെ കടുക്, ഇങ്ങനെ നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട് കറിക്കകത്ത്. എണ്ണയ്ക്കകത്തിട്ട് ഉലുവയും പൊട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഇച്ചിരി സവാള, പച്ചമുളക്, പിന്നെ വേണമെങ്കിൽ മാത്രം തക്കാളിക്ക്. ചിലർ ടൊമാറ്റോ യൂസ് ചെയ്യും, ചിലർ ടൊമാറ്റോ യൂസ് ചെയ്യാറില്ല. അങ്ങനെ എല്ലാം കൂടെ നല്ലൊരു വെന്ത് വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. എല്ലാം നല്ല നമുക്ക് വെന്ത് കഴിയുമ്പം നമ്മളത് അതിൻ്റെ അകത്തോട്ട് മസാലാസ് യൂസ് ചെയ്യാൻ തുടങ്ങും. തക്കാളിയും ഉള്ളിയും പച്ചമുളകും വരണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. മഞ്ഞൾപ്പൊടി നല്ല ഇളക്ക് ആ ഉള്ളി ഇടയ്ക്കൊന്ന് വരണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ മഞ്ഞൾപ്പൊടി കറിക്ക് വിഷാംശങ്ങൾ നഷ്ടപ്പെടാനും അതുകൂട്ട് തന്നെ നല്ലൊരു പ്രതിരോധത്തിന് വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ മുളക് പൊടി ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇടും. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം. അത് മൂത്ത് ഒരു നല്ല അതിൻ്റെ മണം വരുന്നിടം വരെ നമ്മൾ കരിയരുത്. ആ ഒരു മണം സ്മെല്ല് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ എത്രമാത്രം അത് ഓക്കെ ആയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പൊടി നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ശബ്ദം കേൾക്കാം. പിന്നെ വെള്ളം ആഡ് ചെയ്ത് ഉടനെ നമ്മൾ ഉപ്പിടണം. കാരണം മീൻ തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കുടംപുളി നല്ലപോലെ ഇട്ട് കൊടുക്കണം. കുടംപുളിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് മീനിൻ്റെ ഗ്രേവിയൊക്കെ തിളച്ച് കഴിയുമ്പോൾ മാത്രം മീൻ ഓരോന്നോരോന്നായിട്ട് പിറക്കിയിടണം. ഓരോരോ പീസായിട്ട് നമ്മൾ സാവധാനം പിറക്കിയിട്ട് കൊടുക്കണം. ഒന്നിൻ്റെ മുകളിൽ ഒന്നിടാതെ സൈഡിലോട്ട് നീക്കിയിട്ടിട്ട് ഗ്രേവി കവർ ചെയ്യുന്ന രീതിയിൽ മീനിടണം. കറിവേപ്പില നമുക്ക് കറിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമുക്കിവിടെ കിട്ടാനില്ല, അതുകൊണ്ടിട്ട് ഞാൻ ഇടുന്നില്ല. ഇത് കടൽ മീൻ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി പെരുംജീരകവും കായപ്പൊടിയും കുറച്ച് മാത്രം ഇടും, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പെരുംജീരകവും കായവും ഓപ്ഷണബിളാണ്. പിന്നെ ഉപ്പിടുക, വെളിച്ചെണ്ണ തൂകുക. പിന്നെ കറി തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡിയായി, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.